ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത് ഒരു കിഡ്സിനുള്ള അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അബായയും സലഫിയും മക്കനെയും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 6 വയസ്സുള്ള കിഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരിട്ടേക്കുന്ന ഫോട്ടോ ആണ് ആദ്യം ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ് അബായ. ഇത് വേണ്ടവർക്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫുൾ പിക്ക് വരുന്നത്. ഇതാണ് ആ മക്കന വരുന്നത്. മക്കനയുടെ ഇവിടെ മുകൾ ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് അമ്പല്ല കട്ടിങ്ങിലാണ് ഈ ഗൗൺ വരുന്നത്. ഗൗണല്ല, അബായ വരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാനിവിടെ ഫ്രില്ലിനുള്ള മെറ്റീരിയലാണ് ആദ്യം കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഫ്രില്ലിന് നമ്മൾ വേറെ കളറിലാണ്, ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ കളറുള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ ഫ്രില്ലിന് ഇടുന്നത്. അത് 2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് നമുക്ക് 2 ഇഞ്ച് വീതിക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് നമ്മളത് 2 സൈഡും ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽ വേണം. നമ്മൾ ഫുൾ സർക്കിളിലായിട്ടാണ് അബായ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ചുറ്റിനും 2 തട്ടായിട്ട് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സലഫി മക്കനയ്ക്കും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വേണം. അതിനുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ അബായയ്ക്കുള്ള സ്കർട്ട് പാർട്ടിനുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മടക്കി, നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടാണ് പിന്നെ കോണോട് എടുക്കുന്നത്. അപ്പോൾ 8 പീസ് വരും. ഇതുപോലെ വരും 8 പീസായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ ഷേപ്പാണ് മുകൾ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഹിപ്പിൻ്റെ അളവ്, ഹിപ്പിന് തൊട്ട് മുകളിലുള്ള അളവ് ഷേപ്പ്. അപ്പം അതിവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. 8 നമ്മുടെ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ, ഇപ്പം കിഡ്സിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കിഡ്സിൻ്റെ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം, ആ അളവ് വേണം നമ്മളിവിടെ കൊടുക്കാൻ. ഞാനിവിടെ 2.5 ആണ് എടുത്തിരിക്കുന്നത്. 2.5 ആണ് 8ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ലെങ്ത് നമുക്ക് വേണ്ടത് ഇവിടെ 22 നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സ്കർട്ട് പാർട്ട്. ടോട്ടൽ ലെങ്ത് അബായയ്ക്ക് ലെങ്ത് വേണ്ടത് 33 ആണ്. അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്കർട്ട് പാർട്ടിന് 22, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് സഹിതം 23 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ ചുറ്റിനും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതായിട്ട് ഒരേ സൈഡും നമ്മൾ 23 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗവും കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അപ്പം നമുക്കിതിൽ സ്റ്റിച്ചിങ് ഒന്നും സൈഡിലൊന്നും പീസൊന്നും വന്നില്ല. ഇതുപോലെ വരും. ഫുൾ സർക്കിളായിട്ടാണ് വരുന്നത്. ഒട്ടും കട്ടിങ് ഇല്ല. 2 സൈഡൊന്നും കട്ടിങ് ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. ഫുള്ളായിട്ട് സർക്കിളിലാണ് വരുന്നത്. എന്നിട്ട് നമുക്കിനി ബോഡി പാർട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ ബോഡി പാർട്ട് 11 എടുത്തിരിക്കുന്നത്. ലെങ്ത് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്ക് 1.25 എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 5.5 എടുത്തിട്ടുണ്ട്. കൈക്കുഴി 5.5 എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് അളവ് 8 എടുത്തിട്ടുണ്ട്. ഷേപ്പ് 7 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗം 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി, 1 ഇഞ്ച് അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊന്ന് വളച്ച് വരച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല. ബാക്ക് നെക്ക് അബായയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഒരു ചെറിയ ഓപ്പണിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൽറ്റിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ബാക്കിലേക്ക് നമ്മൾ ഒരു ഡോറി കണക്ക് ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിൻ്റെ ലെങ്ത് 13.5 വരുന്നത്. പിന്നെ 2-3 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ മുകളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3-4 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവും കട്ട് ചെയ്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. സലഫി മക്കനയുടെ കട്ടിങ് ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു സലഫി മക്കനയുടെ 2-3 കട്ടിങ് കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ സലഫി, അത് വലിയവരുടെയാണ്, കിഡ്സിൻ്റെ അല്ല. നമ്മൾ അതനുസരിച്ച് കിഡ്സിന് ലെങ്ത് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മാത്രം മതി.
പിന്നെ അതാ നമ്മളിവിടെ നെക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലിൽ ചുറ്റിനും നമ്മൾ പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് നെക്ക് താഴേക്കും ഇതുപോലെ ആ ഓപ്പണിംഗ് ഇട്ട വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ സൂചി നിർത്തി തിരിച്ച് വീണ്ടും മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇത് ഫുള്ളായിട്ട് നെക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കണം. ആ ഓപ്പണിംഗ് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്കതൊന്ന് കൊത്തിട്ട് കൊടുക്കാം. ഇതുപോലെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നെക്ക് നമുക്കൊന്ന് മറിച്ചെടുക്കണം. കറക്റ്റായിട്ട് മറിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നോക്കി എല്ലാം മറിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് നമ്മൾ നിതയുടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഫ്രില്ലിടാൻ എടുത്തിരിക്കുന്ന ജെൻറ്റിൽമാൻ്റെ ക്ലോത്തുമാണ്. അതായത് പോലെ നമുക്ക് നെക്കൊന്ന് താഴേക്കും ആ ഓപ്പണിംഗ് വരുന്നിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് നെക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു പീസ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ബാക്ക് പീസിൽ നെക്ക് നമുക്കൊന്ന് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ടെല്ലാം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ പീസ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്ക് നെക്ക് നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് മറിച്ചിട്ടിട്ട് വീണ്ടും ഇതുപോലെ വീണ്ടും മറിച്ചൊന്നിടുക. ഉള്ളിലെ പീസിലാണ് വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ ഉൾഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി. എല്ലാ അബായക്കും നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. വലിയവർക്കും ചെറിയവർക്കും എല്ലാം നമ്മൾ ഇതുപോലെയാണ് അബായക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് വീതിക്ക് മടക്കുക. എത്ര വീതിയുടെ ഇലാസ്റ്റിക്കാണോ ഇടുന്നത് അതനുസരിച്ച് നമ്മൾ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്ത് അത് രണ്ട് സ്ലീവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ രണ്ട് സ്ലീവ് ഞാനിത് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ താഴ്ഭാഗം ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് അതിനനുസരിച്ച് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവും മുകൾ ബോഡിയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ മുകൾ ബോഡിയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നോക്കിയിട്ട് ഇതുപോലെ കൊത്തിട്ട് കൊടുത്തിട്ട് ചെറിയ 2 ഞൊറും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെറിയ 2 ഞൊറും ഇട്ട് കൊടുത്തിട്ട് ബാക്കി താഴേക്ക് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് എത്ര കൈക്കുഴി വരെ എത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഞൊറും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും മറിച്ച് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കൈക്കുഴി അവിടെ വരുമ്പം 2-3 ഞൊറ് എത്രയാണോ നമുക്ക് ഞൊറ് കിട്ടുന്നത് അതനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നോക്കിയിട്ട് താഴേക്ക് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് ഷോൾഡറുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവ്. 2 സ്ലീവ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇലാസ്റ്റിക് ഞാൻ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത്. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറു സൈഡും കറക്റ്റായിട്ട് ലെവലാക്കി വലിച്ചൊക്കെ കൊടുത്ത് നോക്കിയതിന് ശേഷം മറു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സെൻറ്ററിൽ കൂടി ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് അപ്പോൾ പക്ക
പക്ക ഫിനിഷിങ് തന്നെ വരും. എന്നിട്ട് സ്ലീവിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് സൈഡിൽ കൂടി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡോറി ബാക്കിലേക്കുള്ള ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ആ ഡോറി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടുത്ത സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഡോറി നമുക്ക് താഴെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഡോറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡോറ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 പീസിൻ്റെയും സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഡോറിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടിച്ച് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2ൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് താഴേക്ക് അടിക്കുക. വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് 2 സ്റ്റിച്ചിങ്ങൊക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്കർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്കർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്കർട്ട് പാർട്ട് നമുക്ക് സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല. എല്ലാം ഫുൾ സർക്കിളിലായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതിന് സൈഡിലൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല. സെൻറ്റർ ഭാഗം 2 സൈഡിലും സെൻറ്റർ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ചുറ്റിന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുറ്റിനും ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് ഒരു 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നമുക്കിതുപോലെ ഈ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഞൊറു ഇടാനുള്ള മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഞൊറിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെക്ക് ഇതിൻ്റെ അകത്ത് താഴ്ഭാഗത്ത് അമ്പർല കട്ട് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു ഇഴപ്പിക്കൽ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇഴപ്പിക്കൽ കാണുന്നത്. നമ്മൾ ലെങ്ത് കൂടിയവർക്ക് ചെറിയൊരു ഇഴപ്പിക്കൽ ചെയ്യേണ്ടി വരും. ലെങ്ത് കുറഞ്ഞവർക്ക് കുഴപ്പമില്ല. ലെങ്ത് അനുസരിച്ച് ഒരു സൈഡ് നമ്മളൊന്ന് ഇഴപ്പിച്ചെടുക്കേണ്ടി വരും. അതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമുക്ക് ആ 7 ഇഞ്ച് മുകളിലേക്ക് സ്കർട്ട് പാർട്ടിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഞൊറു ഇട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇനി സലഫി മക്കന സ്റ്റിച്ച് ചെയ്യാം. സലഫി മക്കനയ്ക്കുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്തിൻ്റെ ഭാഗം നമുക്കിതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയ പീസ് എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് സലഫി മക്കനയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളതനുസരിച്ചുള്ളത് നമുക്കിവിടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ആ മുകളിൽ വെക്കാനുള്ള പീസിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മുകളിൽ വെക്കുന്ന ഭാഗത്തിന് നമ്മൾ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വരും. ഇതായിട്ട് ഫുള്ളായിട്ട് താഴേക്ക് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ആ സെൻറ്റർ ഭാഗത്തു നിന്നും വീണ്ടും താഴേക്ക് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സലഫി മക്കനയുടെ സ്റ്റിച്ചിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നമ്മൾ ഇതിനു മുമ്പ് 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതുകൊണ്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി താഴേക്ക് നമുക്കൊന്ന് മുഖത്തിൻ്റെ ഭാഗം എത്രയാണ് അളവ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ 8 എടുത്തിരിക്കുന്നത് കിഡ്സിനായതുകൊണ്ട്. നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ 10, 11 വേണം. ഇതനുസരിച്ച് ഇതുപോലെ താഴേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് മക്കനയുടെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം. ഞാൻ മക്കനയുടെ താഴ്ഭാഗമൊക്കെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ മക്കനയുടെ താഴ്ഭാഗത്തും ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം. ആ സെയിം മെറ്റീരിയൽ വെച്ച് നമ്മൾ ആ ഫ്രില്ലിടാൻ എടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ വെച്ച് ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കാം. ഫുള്ളായിട്ട് ചുറ്റിന് നമ്മൾ അതും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ അബായ്ക്ക് താഴ്ഭാഗത്ത് 2 ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മക്കനയ്ക്ക് ഒറ്റ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും നമുക്കിതുപോലെ ഫ്രില്ലിട്ടെടുക്കണം. മക്കനയുടെ ചുറ്റിനും ഫ്രില്ലിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞോട്ട് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി 2 ഇഞ്ചായാലും മതി. 2 ഇഞ്ചാകുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. ഇതുപോലെ 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി നമുക്കൊന്നുകൂടി ഫ്രില്ലിട്ട് കൊടുക്കണം. റൗണ്ടിനും ഫുള്ളായിട്ട് ചുറ്റിനും നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആ റൗണ്ടിൽ
നല്ല ഒത്തിരി റൗണ്ട് ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഫുൾ സർക്കിളായിട്ട് അംബ്രല്ല ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. റൗണ്ടായിട്ട് എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇത് സർക്കിളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാത്ത രീതിയിൽ ഇതുപോലെ ഞാനൊരു ബട്ടർഫ്ലൈ കൂടി മക്കനയിൽ കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈക്കുള്ളതായി ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഉൾഭാഗമാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് കോണുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. എന്നിട്ട് കോണെല്ലാം കറക്റ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു സൂചി നൂലും എടുത്തിട്ട് നമുക്കതൊന്ന് ബട്ടർഫ്ലൈ പോലെ ആക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് എടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് ഞൊറിഞ്ഞ് കൊടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ബട്ടൺസോ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു ബട്ടൺസാണ് മുകളിൽ കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ സൂചി നൂല് ഉപയോഗിച്ച് അത് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഞാൻ ചുറ്റിയെടുത്തിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബട്ടൺസ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു ബട്ടൺസ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതും തുന്നിയെടുക്കുകയാണ് ചെയ്തത്. തുന്നിയെടുത്തതിന് ശേഷം നമ്മൾക്ക് മക്കനയുടെ ഒരു സൈഡിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സൂചി നൂലും കൊണ്ട് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ ആയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ മക്കനയുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം കഴിയും. നിങ്ങൾ ഈ അബായ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.